ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തനയുടെ 9ാം മാസമാണ് കേട്ടോ. അപ്പോൾ 9ാം മാസത്തിൽ 9 പലഹാരങ്ങളായിട്ട് കീർത്തനയുടെ വീട്ടിൽ പോയിട്ട് കീർത്തനയുടെ വയറ് കാണൽ ചടങ്ങാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതേ പലഹാരങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 9 പലഹാരങ്ങളായിട്ടാണ് ഇന്ന് പോണത്. 7ാം മാസത്തിലെ 7 പലഹാരങ്ങളും 9ാം മാസത്തിലെ 9 പലഹാരങ്ങളായിട്ടാണ് ചടങ്ങുള്ളത്. അപ്പോൾ 7ാം മാസത്തിൽ കീർത്തനയുടെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് കീർത്തനേനെ കണ്ടിട്ട് കീർത്തനേനെയും വിളിച്ചിട്ട് 7ാം മാസത്തിൽ അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുക. പിന്നെ നമ്മൾ 9ാം മാസത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോവുക. 9ാം മാസത്തിൽ 9 പലഹാരങ്ങളായിട്ട് 7ാം മാസത്തിൽ 7 പലഹാരങ്ങളായിട്ട് നമ്മൾ 9ാം മാസത്തിലാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മളിന്ന് കീർത്തനേനെ കാണാൻ പോവുകയാണ് 9ാം മാസത്തിൽ. അപ്പോൾ അതേ 9 പലഹാരങ്ങളായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കുറേ സാധനങ്ങളുണ്ട്, അയിനാസ്, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അങ്ങനെ പഴം, അങ്ങനെയുള്ള 9 പലഹാരങ്ങളായിട്ടാണ് നമ്മളിന്ന് കീർത്തനേനെ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ 9ാം മാസത്തിലെ ചടങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരുമായിട്ടാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായിമാരുണ്ട്, അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും പറഞ്ഞ് കൊണ്ടുപോവാണ്. നമ്മൾ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാൻ കീർത്തനയുടെ കൂടെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ കാറിലാണ് പോണത്. ബാക്കിയുള്ളവരൊക്കെ ട്രാവലറിൽ അങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നുമല്ല, തൃത്താലയ്ക്കാണ് നമ്മളിന്ന് പോകുന്നത്. കീർത്തനയുടെ വയറ് കാണാൻ ചടങ്ങ് ആണ്. അപ്പോൾ നമുക്കിന്ന് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം, കാണാം. പിന്നെ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക പരമാവധി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തൃത്താല പോയിട്ട് കീർത്തനയുടെ അടുത്ത് പോയിട്ട് തന്നെ നമുക്ക് കാണാട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും 9ാം മാസത്തെ ചടങ്ങാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടാ. 5 അമ്മായിമാരുണ്ട് എനിക്ക്. 5 അമ്മായിമാരെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ശങ്കരവഞ്ചനും പവിഴേച്ചും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അടുത്ത ടീം എത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ചും അതുപോലെ തന്നെ സതീഷ് കുഞ്ഞച്ചനും എൻ്റെ അവസാനത്തെ 5 അമ്മായിമാരിലെ 5ാമത്തെ അമ്മായിയാണ് കേട്ടോ. നമ്മുടെ അമ്മായി എത്തിയിട്ടുണ്ട്. ചിറ്റ രത്നം എന്നാണ് പേര്. അപ്പോൾ ഇവരുടെ പേരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലത, പവിഴം, ശോഭന, രത്നം, അങ്ങനെയാണ് പേര്. തങ്കം ഉണ്ട് കേട്ടോ, സോറി അത് മറന്നുപോയി. ലത, തങ്കം, പവിഴം, ശോഭന, രത്നം, 5 പെങ്ങന്മാരാണ് എൻ്റെ അച്ഛനുള്ളത്. അപ്പോൾ ഈ അവസാനത്തെ അമ്മായി മാമനുമാണ് വന്നേക്കണത്. സതീഷ് കുഞ്ഞച്ചൻ എന്നാണ് ഞാൻ വിളിക്കാറ്. ഒരു നല്ല മാച്ചായിട്ടാണ് വന്നേക്കണത്. 2 പേരും ബ്ലൂ ആണ് ഇട്ട് വന്നേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ ശങ്കരവഞ്ചനും പവിഴേച്ചിയും ചെറുതായിട്ട് യെല്ലോ ഷെയ്ഡായിട്ടുള്ള കളറാണ്, മാച്ചായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി ലീവായിരുന്നു. നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പോവാനുള്ള ചടങ്ങുകളാണ്. പലഹാരങ്ങളെല്ലാം നമ്മൾ കാറിലാണ് കയറ്റിയത്. അങ്ങനെ എല്ലാവരെയും നമുക്ക് വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ പറഞ്ഞു വിടണം. കാരണം നമ്മൾ വേറെ വഴിയാണ് പോകുന്നത്. ഇവർ കുന്നംകുളം വഴിയായിട്ടാണ് പോവുക. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു അമ്മായി കുന്നോളത്തുണ്ട് കേട്ടോ. കുന്നോളത്താണ് താമസം. അപ്പോൾ ആ അമ്മായി കുന്നോളത്തു നിന്നാണ് കയറുക. ഞാനും ശങ്കുവീഞ്ചനും വേറെ വഴിയാണ് പോവുക. ശങ്കുവീഞ്ചനോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ശങ്കുവീഞ്ചനും കൂടിയിട്ട് കാറിലാണ് പോയത്. കാറിൽ നമ്മൾ മെഡിക്കൽ കോളേജ് വഴി, ആര്യമ്പാടം വഴി അങ്ങനെ കയറി. അങ്ങനെ കുറച്ച് ചുറ്റലുണ്ടെങ്കിലും പക്ഷേ വേഗം എത്തും. അത് കാരണം ഇവരെ ആദ്യം പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാനും ശങ്കുവീഞ്ചനും ആദ്യം ഇവിടെ എത്തിയിട്ടാണ്. അപ്പോൾ കീർത്ത് ഇവിടെ സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിനി അവരേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം അവരെത്താറായിട്ടെന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കൂ പോയിട്ട് സ്വീകരിക്കൂ, എല്ലാവരെയും സ്വീകരിക്കൂ പോയിട്ട്. എല്ലാവരും സ്വീകരിക്കൂ, കീർത്തുവാ. സ്വീകരിക്കൂ കീർത്തുവാ.
എടുത്തെടുത്ത് ഇല്ല പറയില്ല പറയില്ല ബായ് ടാറ്റാ ചേത്തു പോവാ നമുക്ക് പോവാ ഞങ്ങൾ പോവാട്ടോ ഇല്ല ഞാൻ വരട്ടെ പോവാ നമുക്ക് പായോ നമുക്ക് പോവാം ബാ ബൈ കിട്ടോ വാ ബൈ പറ ഞാൻ പോവാ ടാറ്റ ഡ്രസ്സും ഇതൊക്കെ ഇവിടുന്നായില്ലേ എത്താ വണ്ടി ഏത് ഞങ്ങൾ പോവാട്ടാ ഞങ്ങൾ പോവാ ടാറ്റ അപ്പൊ ഷുഗർ നോക്കിക്കൊള്ളുന്ന തന്നെ തീരുമാനം ബൈ 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 കേറിക്കോ കേറട്ടെ കീർത്ത് കേറ് നോക്ക് ഏത് കാരണോ ശരി ടാറ്റ ടാറ്റ ബൈ ടാറ്റ പറയ് നോക്ക് ടാറ്റ ആ നേരം അങ്ങനെ പോകൂലേ ഈ വഴി തന്നെ ഞങ്ങൾ പോവാട്ടാ ഞങ്ങളും പോവാ കൊണ്ടാക്കി തരണം കൊണ്ടാക്കി തരാൻ മതി ഞങ്ങളൊന്നും കൊണ്ടാക്കി ഒന്ന് പോവോ ചൊവ്വാഴ്ച തന്നെ പോണല്ലേ ഞാൻ മാറ്റും വിശേഷങ്ങൾ ഡേറ്റ് പറഞ്ഞോളൂ നമ്മളെ ഡേറ്റ് കിട്ടിണ്ടായിരുന്നു ഡേറ്റ് കിട്ടി അടുത്ത മാസം 15-ാം തീയതിയാണ് 16-ാം തീയതി ഡോക്ടർ പറഞ്ഞത് 15-ാം തീയതി സ്കാനിങ്ങിൽ 15-ാം തീയതി കണ്ടു ഡോക്ടർ 16-ാം തീയതി എന്നൊക്കെ പറഞ്ഞത് ഏകദേശം കണക്കാവും 1-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് വീണ്ടും സ്കാനിങ് കൂടി ഉണ്ട് അതിൽ വീണ്ടും മാറ്റി പറയാം ചാൻസ് ഉണ്ട് ഇല്ലേട്ടാ ഡേറ്റ് ഒന്നുകൂടി ഫിക്സ്ഡ് ആക്കും അതെ ഡേറ്റ് തന്നേക്കണത് 16-ാം തീയതി 16-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നേക്കണത് അപ്പോൾ അതേ കീർത്തുവിൻ്റെ വയറ് കാണൽ ചടങ്ങാണ് ജസ്റ്റ് എന്താ പറയുക പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കീർത്തുവിന് കഴിക്കാൻ 9 തരം പലഹാരമായിട്ട് 9-ാം മാസം ഞാൻ ഇന്ന് കഴിക്കും ഇരുന്ന് കഴിച്ച് തടി കൂട്ടാ അതാണ് കീർത്തുവിന് ഇപ്പോൾ 9
പലഹാരങ്ങളായിട്ട് ഞങ്ങൾ വന്നത് അല്ലേ? എല്ലാവരും വന്നിട്ട് പോയി. പിന്നെ ഇനി എന്താ? പിന്നെ ഒന്നുമില്ല ഗൈസ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.